ഇന്ന് സെക്കൻഡ് ഡേ ഓഫ് ക്ലിനിക്കൽ പോസ്റ്റിംഗ് ആണ്. അല്ല, എനിക്ക് സെക്കൻഡ് ഡേ, ബാക്കിയുള്ളവർക്ക് ഫോർത്ത് ഡേയും. അങ്ങനെ രാവിലെ തന്നെ ഹെൽത്ത് സെന്ററിൽ നിന്ന് എല്ലാവരും പല ദിശയിലേക്ക് പോയി. ഇന്ന് ഡെങ്കുവിനെ കുറിച്ച് സർവേ എടുക്കാനാണ് ഞങ്ങൾക്ക് ടാസ്ക് കിട്ടിയത്. അങ്ങനെ സർവേ ലിസ്റ്റ് വാങ്ങി ഞങ്ങൾ നേരെ പോയത് സർവേ എടുക്കാനാണെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷേ അല്ല, ഫുഡ് മുഖ്യം. അങ്ങനെ ഞങ്ങൾ നേരെ അടുത്തുള്ള ബേക്കറിയിലോട്ട് പോയി. രാവിലെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ചൂട് പപ്സ് ഓരോ ലൈമും പറഞ്ഞു. ആഹാ, അന്തസ്. പൊതുവേ ഞാനും എൻ്റെ ഫ്രണ്ടും അങ്ങനെ രാവിലെ മെസ്സിന്ന് ഫുഡ് കഴിക്കാറില്ല കേട്ടോ. അങ്ങനെ അതും കഴിച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കാണ് ശീമനെല്ലിക്കയുടെ മരം നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി കുറെ ശീമനെല്ലിക്ക പറിച്ചു. അങ്ങനെ അതും ഞങ്ങൾ ബാഗിലിട്ട് നേരെ നടന്ന് എങ്ങോട്ടേക്കെന്ന് അറിയാതെ ഏതൊക്കെയോ കുടുക്ക് വഴി കൂടെ കയറി ഒരു ക്രോസിൽ അങ്ങ് എത്തിപ്പെട്ടു. അവിടെ നിന്ന് അങ്ങോട്ട് സെൻസസ് എടുക്കാന്ന് വിചാരിച്ചപ്പോഴാണ് ഈ കുരിപ്പിനെ കണ്ണിപ്പെട്ടു. ആകെ ഊട്ടായത്ത് മാത്രം അറിയുന്ന ഞാനും എൻ്റെ ഫ്രണ്ടും കൊച്ചിനടുത്ത് ഊട്ടായത്തെന്ന് ചോദിച്ചു. കൊച്ചു അവസാനം താനെ ഇറങ്ങിപ്പോയി. അങ്ങനെ അവിടെ നിന്ന് നേരെ പോയപ്പോഴത്തേക്ക് വേറെ ഒരു കൂട്ടത്തെ കണ്ടു. വെക്കേഷൻ ആയതുകൊണ്ട് പിള്ളേരൊക്കെ റോഡിൽ നിന്ന് കളിക്കുമായിരുന്നു. നല്ല അനുസരണയുള്ള പിള്ളേരായിരുന്നു. അങ്ങനെ അവരോട് കുറച്ചു നേരം മിണ്ടി പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയി. അത്യാവശ്യം കുറച്ച് പേരും ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ബാക്കി ഞങ്ങൾ കയ്യിലും കൂടി ഇട്ടിട്ട് ഫില്ലാക്കിയിട്ട് ഞങ്ങൾ നേരെ പോയി റെസ്റ്റ് എടുക്കും. അവിടെ പിന്നെ ഒരു അമ്മാമ്മയെ കണ്ടു കേട്ടോ. അങ്ങനെ ആ അമ്മാമ്മയായിട്ട് മിണ്ടിയും പറഞ്ഞിരുന്നത് അവരുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ. ഇന്നത്തെ ദിവസം ശരിക്കും സമയം പോയത് അറിഞ്ഞേ ഇല്ല കേട്ടോ. അപ്പോഴേക്ക് തന്നെ 12 മണി. ഞങ്ങൾക്ക് പോകാൻ നേരെ ഒരു മാസം വാങ്ങി കുടിച്ച് ഞങ്ങൾ നേരെ ഹോസ്റ്റലിലേക്ക് പോയി. ഹോസ്റ്റലിലേക്ക് പോയിട്ട് ആദ്യം ശീമനിലയ്ക്ക് ഉപ്പുമുളക് പൊടി ഇട്ട് കഴിച്ചാണ്. പിന്നെ നല്ലൊരു ഉറക്കവും പാസ്സാക്കി എണീച്ചപ്പോഴത്തേക്ക് വൈകുന്നേരമായിട്ട് അത്യാവശ്യം നല്ല കാലുവേദനയും നടുവേദനയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഒരു കോഫി ഇട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.